വീണ്ടും വിനായക ചതുർത്ഥി ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലപ്പോഴായി ഇവിടേക്കെല്ലാം സ്ഥിരമായി ദർശനം നടത്താറുള്ളതാണ്. തീർച്ചയായിട്ടും ലോകം മുഴുവനുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ച് ഇന്ന് വിനായക ചതുർത്ഥി വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. മള്ളിയൂരിലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത വളരെ കൂടുതലുമാണ്. കാരണം ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനിയുടെ നിത്യ സാന്നിധ്യമുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. സകല വിഘ്നങ്ങളും നീക്കാൻ ഭക്തജനങ്ങൾ ആവേശത്തോടെ വരുന്ന ഒരു ക്ഷേത്രമാണ്. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായി ഈ മള്ളിയൂർ മാറിയിരിക്കുന്നു. ഇവിടുത്തെ വിശിഷ്ടമായിട്ടുള്ള 10,008 നാളികേരത്തിൻ്റെ ഗണപതി ഹോമവും ഗജപൂജയും അതുപോലെ വാദ്യമേളങ്ങളും വളരെ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭൂതി നൽകുന്ന ഒരു എല്ലാ വിഘ്നങ്ങളും തീർക്കാൻ ഇവിടെ ഓടിയെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഞാനും ഇവിടെ വരാറുണ്ട് ഭഗവാനെ കാണാൻ. പ്രത്യേകിച്ചും ഭാഗവത ഹംസം എത്രയോ 2500-ലധികം ഭാഗവത യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള അത്രയും അധികം റെക്കോർഡുള്ള ഒരു ഭാഗവത സപ്താഹത്തിൽ റെക്കോർഡുള്ള ഒരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹം ശ്രീരാമനെക്കുറിച്ചും ബാക്കിയൊക്കെ എഴുതിയിട്ടുള്ള പുതിയ പുസ്തകങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അടക്കം എല്ലാം വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭക്തർക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു ഇന്നത്തെ ഈ ദിവസം. ഈ മിത്ത് വിവാദമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ പരമേശ്വരൻ നമ്പൂരി കൃത്യമായി ഇടപെട്ട് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഒരു സാമൂഹികമായിട്ടും ഇടപെടൽ നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. തീർച്ചയായിട്ടും ഹിന്ദു സമാജത്തിൻ്റെ ഒരു അഭയകേന്ദ്രമാണിത്. കാരണം ആ ഹിന്ദു സമാജത്തിലെ ആരാധനാമൂർത്തികളും അതുപോലെ തന്നെ ആചാരക്രമങ്ങളും എല്ലാം ലംഘിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണമാണ്. അത് എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് താൻ. ഒരുപക്ഷെ ഭാഗവത ഹംസത്തെ വേറിട്ട് നിർത്തുന്ന അല്പം മുമ്പ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഏക ശിഷ്യൻ എന്ന് ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുള്ള പക്ഷേ നാരായണ മൂസി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, അഭിമാന ബോധത്തിൻ്റെ അഭാവം. അപ്പോൾ ഞാനത് പറഞ്ഞു. അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭിമാനത്തിൻ്റെ കുറവല്ല, അഹങ്കാരത്തിൻ്റെ കുറവ്. 2 നാട്യമില്ലായ്മ, അന്യരെ കാണിക്കാനുള്ള നാട്യമില്ലായ്മ. 3 പൊങ്ങച്ചം എന്ന് മലയാളത്തിൽ പറയുന്നത് സ്വയം ചെയ്ത കൃത്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സ്വയം പ്രകീർത്തിക്കുന്ന ഒരു ശീലമില്ലായ്മയാണ് 3 അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പാഠവും മറ്റു ഉപാസനയ്ക്കും ഒക്കെ അപ്പുറം ഒളശ നാരായണ മൂസ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ആ 3 വാക്കും വല്ലേ ഇന്നുള്ള പൊതുപ്രവർത്തകർക്ക് കൂടി മാതൃകയാവേണ്ടത്. കേവലം ഉപാസനയിലും ഭക്തിക്കും അപ്പുറത്തേക്ക് ഭാഗവത ഹംസത്തെ എന്നും പ്രസക്തനാക്കുന്നത് ഈ ഗുണങ്ങൾ കൂടിയല്ലേ ശ്രീ സുരേന്ദ്രൻ? തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നിറകുടം ഒരിക്കലും തുളുമ്പാറില്ല. അത്രയും അവഗാഹം നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മുടെ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അറിയാമല്ലോ, അവസാനം ഒരാളാണ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഭഗവാന്റെ എല്ലാ അൾട്ടിമേറ്റ് ഗോഡെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാന്റെ ചരിത്രം അത് അത്രയും ലളിതമായി അത്രയും സാധാരണ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം അതിൻ്റെ ഭാഗവത ഇതിനെല്ലാം അദ്ദേഹം സപ്താഹത്തിലെല്ലാം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് കേട്ടിട്ടുള്ളവർക്കും അതിൻ്റെ വീഡിയോ ഇപ്പോൾ എടുത്ത് നോക്കുന്നവർക്കും എല്ലാം അറിയാം. ഇത്രയും പാണ്ഡിത്യമുള്ള ഒരാൾ കൊച്ചുകുട്ടികളെ പോലെ ഒരു കഥ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് സംസാരിച്ച് തരുന്നു എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഈ ഹിന്ദു സമാജത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ആധ്യാത്മിക ഔന്നത്യം അത് തിരിച്ചു കൊണ്ടുവരാൻ ഇത്തരം ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഒരു ഹിന്ദു നവോത്ഥാനത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ കേരളത്തെ വീണ്ടെടുക്കാനുള്ള ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു എടുത്തു പറയുന്ന അഗ്രസരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനി. അതാണ് അത് ഇവിടെ ആളുകളെ ആകർഷിക്കാനും കാരണം. അല്ലാതെ ഇന്ന് സാധാരണ കാണുന്ന പോലെ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ച് ആളുകളെ വശീകരിക്കുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മളെ കാണിച്ചു തന്നത് അങ്ങനെയാണ്. അദ്ദേഹം അതിൽ ജീവിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയല്ല. സ്വന്തം ജീവിതത്തിലൂടെയാണ് അദ്ദേഹം ഈ സത്യങ്ങളെല്ലാം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത്.